ക്രിയേഷൻസ് ഇന്നത്തെ വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞങ്ങൾ കുറേ ദൂരം യാത്ര ചെയ്ത് പാലക്കാട്ടിലെ സോഷ്യൽ കിച്ചൺ എന്ന് പറയുന്ന ഒരു ഹോട്ടലിലായിരുന്നു കേട്ടോ പോയിരുന്നത്. അപ്പോൾ അവിടെ സാധാരണ ഫുഡും ഒക്കെ കിട്ടുന്ന ഒരു സ്പോട്ടാണ് കേട്ടോ. ചൈനീസ് ഫുഡ് ഉണ്ട്, അതുപോലെ കൊറിയൻ ഫുഡ്, എന്തൊക്കെയോ ഫുഡ് ഉണ്ട് കേട്ടോ. ഞാൻ ശരിക്കും മെനു ബോർഡ് നോക്കിയിട്ടുണ്ടായിരുന്നില്ല. പിന്നെ പാസ്ത ഓർഡർ ചെയ്യുന്ന സംവിധാനം അങ്ങനെയൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ആ ഫുള്ള് ഇവിടെ ചൈനക്കാരാണെന്ന് തോന്നുന്നു. അങ്ങനെയായിരുന്നു കേട്ടോ ഇവിടുത്തെ സെർവേഴ്സൊക്കെ. പിന്നെ ഇവിടെ നമുക്ക് ഓർഡർ ചെയ്തിട്ട് വന്നിരുന്നാൽ അവർ ഫുഡ് വന്നാൽ ടോക്കൺ ഉണ്ട്, അവർ വിളിക്കും കേട്ടോ, പേര് വിളിക്കും. അപ്പോൾ നമ്മൾ പോയി ഫുഡ് വാങ്ങിച്ചിട്ട് വരുന്ന സമ്പ്രദായം കേട്ടോ. അല്ലാതെ ഇവിടെ വെയിറ്റർമാരൊന്നുമില്ല. അപ്പോൾ ഞങ്ങൾ തനി നാടൻ ഫുഡ് ഇഡലിയും 2 ഉഴുന്നുവടയും സാമ്പാറും ചമ്മന്തിയും ഒക്കെ ആയിരുന്നു കേട്ടോ വാങ്ങിച്ചിരുന്നത്. ഇവിടുത്തെ ഉഴുന്നുവടയ്ക്ക് നല്ല സ്വാദായിരുന്നു കേട്ടോ. പിന്നെ ഇഡലിയും നല്ല ടേസ്റ്റ് ആയിരുന്നു, സാമ്പാറും അത്ര നന്നായിരുന്നു കേട്ടോ. നന്നല്ലാത്ത കേടൊന്നും ഉണ്ടായിരുന്നില്ല. പിന്നെ ഞങ്ങൾ ഇഡലി കഴിച്ചു. പിന്നെയാണ് ഇവിടെ അറിഞ്ഞത് വടാപ്പാവ് ഉണ്ട്, അതുപോലെ പാവ് ബജി, അങ്ങനെ കുറേ ഐറ്റംസ്. പൂരി ആണെങ്കിൽ വലിയൊരു പൂരി, അങ്ങനെ നമുക്ക് കണ്ണ് തള്ളും അങ്ങനത്തെ പൂരി ഐറ്റംസും മറ്റു ഐറ്റംസും ഒക്കെ ഉണ്ടെന്ന് പിന്നെയാണ് പറഞ്ഞത്. പലതരം റൈസ് ഉണ്ട് ഇവിടെ, അതുപോലെ തന്നെ എല്ലാ ഐറ്റംസും വീട്ടിൽ കിട്ടുന്ന എല്ലാ ഐറ്റംസും ഉണ്ട് കേട്ടോ. അപ്പോൾ ഈ ഒരു ഇഡലി തന്നെ എനിക്ക് മതിയായി പറഞ്ഞിരിക്കുകയായിരുന്നു. അപ്പോഴാണ് ദോശ വാങ്ങിച്ചത്. റോസ്റ്റും ഉണ്ട് കേട്ടോ പലതരത്തിലുള്ളത്. അപ്പോൾ അതൊന്നും വാങ്ങിച്ചില്ല. പിന്നെ ഈ വടയൊക്കെ ഒന്ന് ഫിനിഷ് ചെയ്യുന്ന തിരക്കിലായിരുന്നു. ചേച്ചിയും ഞാനും അച്ഛനും അമ്മയും കൂടി ആയിരുന്നു കേട്ടോ വന്നിരുന്നത്. അപ്പോൾ ഞാൻ ഈ ദോശയൊന്ന് ടേസ്റ്റ് നോക്കി. അപ്പോൾ ഒരു പച്ചക്കറിയൊക്കെ ഇട്ടിട്ടുണ്ടെങ്കിലും സാധാ ദോശയുടെ സ്വാദൊക്കെ തന്നെയാണ് കേട്ടോ. അപ്പോൾ ഈ ഒരു വട എനിക്ക് ഒഴിച്ചുകൂടാനാവാത്ത ഇഷ്ടമായതുകൊണ്ട് അതുമാത്രമായിരുന്നു കഴിച്ചിരുന്നത്. വീട്ടിൽ വന്ന് വീഡിയോ നോക്കിയപ്പോൾ അതുമാത്രമേ കൂടുതലായിട്ട് എടുത്തിട്ടുള്ളൂ. പിന്നെ ഞങ്ങൾ ഇതൊക്കെ കഴിച്ചു. പിന്നെ ഞങ്ങൾ 2 ഷെയ്ക്കൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ. പിന്നെ ഈ ഒരു ദോശ നല്ല സ്വാദായിരുന്നു. അതുപോലെ ഈ ദോശയും ഇഡലിയും ഒരു ഉഴുന്നുവടയും കൂടി കഴിക്കാൻ നല്ലൊരു കോമ്പിനേഷൻ ആയിരുന്നു കേട്ടോ. അങ്ങനെ ഉഴുന്നുവടയൊക്കെ ഫിനിഷ് ആക്കിയിട്ട് പിന്നെയാണ് ഇവിടെ ഷെയ്ക്ക് ഈ ഭാഗത്തായിട്ട് ഉണ്ടെന്ന് കേട്ടത്. ഈ ഭാഗത്ത് ഷെയ്ക്ക് കൊടുക്കുന്ന സ്ഥലമാണ് കേട്ടോ. എന്ത് ഷെയ്ക്ക് വേണമെങ്കിലും തരും. ബട്ടർ സ്കോച്ച് ആയിക്കോട്ടെ, വാനില ഷെയ്ക്ക് ആയിക്കോട്ടെ, എന്ത് ഷെയ്ക്ക് ആയാലും കിട്ടും കേട്ടോ. ഓരോ പ്രൈസിനനുസരിച്ച് ബട്ടർ സ്കോച്ചിന് ഞങ്ങൾ വാങ്ങിയ ഷെയ്ക്ക് ഒരു വലിയ ഗ്ലാസ് 50 രൂപയേ ഉള്ളൂ, 49 രൂപയേ ഉള്ളൂ. അപ്പോൾ ഞങ്ങൾ ഹാഫ് ആക്കിയിട്ട് എടുത്താണ് കേട്ടോ. ഇത് ഫുള്ള് നിറഞ്ഞ് നിൽക്കും, അതിന് 50 രൂപ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ ആ സമയം എൻ്റെ ചേച്ചി അവിടെ ഫുഡ് കഴിച്ചുകൊണ്ടിരിക്കുന്നത്. ഇത് ബട്ടർ സ്കോച്ചാണ് കേട്ടോ. ബട്ടർ സ്കോച്ചിനും വാനില എസൻസിനും അതുപോലെ പീനട്ടോ വാട്ടർ മെലോൺ അങ്ങനെ എന്തൊക്കെയോ ഉണ്ട്, അതിനൊക്കെ 49 രൂപയേ ഉള്ളൂ കേട്ടോ. നല്ല ടേസ്റ്റ് ആയിരുന്നു. അപ്പോൾ സാധാരണ നമുക്ക് ഓർഡിനറി ഫുഡ് വീട്ടിൽ കിട്ടുന്ന ഫുഡ് കഴിക്കുകയാണെങ്കിൽ പാലക്കാട്ടിൽ പറ്റിയ സ്പോട്ടാണ് കേട്ടോ ഒരു സോഷ്യൽ കിച്ചൺ എന്ന് പറയുന്നത്. എനിക്ക് സ്ഥലം ലൊക്കേഷൻ ഒന്നും പറഞ്ഞു തരാൻ അറിയില്ല, ഞാൻ നോക്കി വെച്ചിട്ടില്ല. പെട്ടെന്ന് അപ്രതീക്ഷിതമായിട്ട് കയറിയപ്പോൾ ഒന്ന് വീഡിയോ എടുത്താണ്. പിന്നെ ഇതാ ഒരു കോഫി, നല്ല ടേസ്റ്റ് ആയിരുന്നു കോഫിയൊക്കെ. ഇവിടുത്തെ ഫിൽറ്റർ കോഫി ആയിരുന്നു കേട്ടോ. അപ്പോൾ അതും കുടിച്ചു. പിന്നെ ഞങ്ങൾ ഇങ്ങനെ ഇറങ്ങി. അപ്പോൾ അപ്പോഴേക്കും രാത്രി വൈകുന്നേരം ഒരു 6:30 ഒക്കെ ആയിരുന്നു കേട്ടോ. അപ്പോൾ എങ്ങനെ ഞങ്ങൾ